ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ പറ്റിയാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും വേദനകളും ഇപ്പോഴത്തെ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് മനസ്സിലാക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമുക്കത് മാറ്റിയെടുക്കാം. ഇപ്പോഴത്തെ നമുക്കുണ്ടാകുന്ന ഭയം, ദേഷ്യം, സങ്കടം എല്ലാം തന്നെ നമ്മുടെ ചെറുപ്പകാലത്തിലുണ്ടായ നമ്മുടെ മനസ്സിനെ അത്രയും ബാധിച്ച സംഭവങ്ങളുടെ ഒരു ബാക്കിയാണ്. ചിലർക്ക് ആരുമായിട്ടും ചേർന്ന് പോകാൻ പറ്റാത്തൊരു സ്വഭാവ രീതിയായിരിക്കും. അവർക്ക് ഒരു തരത്തിലും മറ്റുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആരെയും സ്നേഹിക്കാനും പറ്റില്ല. കാരണം അവർ ചെറുപ്പകാലത്തിൽ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയായിരിക്കും. സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിക്ക് ഒരാളെയും സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കൽ എൻ്റെ അടുത്ത് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് ഒരു കുട്ടി വന്നിരുന്നു. അവളുടെ പ്രശ്നം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരുന്നു. അവളുടെ ബന്ധങ്ങളൊന്നും തന്നെ ഒരുപാട് കാലം കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അവളുടെ പ്രശ്നം. എന്നാൽ ഈ പെൺകുട്ടി വളരെയധികം അവളുടെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് ശേഷം മനസ്സിലായത് ഇവള് കുട്ടിക്കാലത്ത് വളരെ ഒറ്റപ്പെടൽ അനുഭവിച്ചൊരു കുട്ടിയാണ്. കാര്യം അവളുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ടെങ്കിലും ഇവൾ ഈ ആൾക്കൂട്ടത്തിൽ തനി എന്നുള്ള രീതിയിലായിരുന്നു ഇവളുടെ ഒരു ജീവിതം. പഠിക്കാൻ മിടുക്കിയല്ലാത്തത് കൊണ്ട് തന്നെ ടീച്ചേഴ്സിനും ഇവളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഇവളെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ഇവൾക്ക് ആരും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഇവൾ വലുതായി ഇവളൊരു ബന്ധത്തിൽ ചെല്ലുമ്പം അവൾ ആ സ്നേഹത്തിൽ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ്, ഭയങ്കര ഒബ്സസ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇവളിങ്ങനെ വാരിക്കോരിയാണ് ഇവളുടെ പാർട്ട്ണറിനെ സ്നേഹിക്കുന്നത്. അധികമല്ല അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഈ ഒരുപാട് സ്നേഹം ഒരുപാട് വീർപ്പുമുട്ടൽ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ ബന്ധങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറം നീണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് ശേഷമാണ് ഇവൾക്ക് മനസ്സിലായത് ഇവൾക്ക് ഈ സ്നേഹത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് ഇവളുടെ ബന്ധങ്ങളൊന്നും സക്സസ്ഫുൾ ആവാത്തതെന്നാണ്. മറ്റൊരവസരത്തിൽ വേറൊരു പെൺകുട്ടി വന്നു. അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആണുങ്ങളെയും വിശ്വാസമില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊരു കല്യാണ ആലോചനയും നടക്കുന്നില്ല. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് ശേഷം നമുക്ക് മനസ്സിലായി ഇവളുടെ ചെറുപ്പകാലത്ത് ഇവളുടെ അമ്മ എപ്പോഴും ഇവളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ആണുങ്ങളാരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, നമുക്കവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവർ ചതിയന്മാരാണ്, അവർ ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും, ആ ഒരു സ്വഭാവ രീതിയാണ് ആണുങ്ങൾ, അതുകൊണ്ട് ആണുങ്ങളെ ഒന്നും വിശ്വസിക്കരുതെന്ന്. അപ്പോൾ ചെറുപ്പകാലത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇവർക്ക് ഈ ആണുങ്ങളോടൊക്കെ ഒരു അകൽച്ചയാണ്. വലുതായപ്പോഴും ഇവർക്ക് ആണുങ്ങളോടൊരു ദേഷ്യവും ഭയവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവക്കൊരു ബന്ധത്തിലും പോയി എത്തിപ്പെടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് ശേഷം നമുക്ക് അവളെ ഹീൽ ചെയ്യാൻ പറ്റി. ഓർക്കുക, നമ്മുടെ ഇന്നർ ചൈൽഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമ്മളും ഹാപ്പി ആവുള്ളൂ. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒന്നില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ്. അത് നമ്മുടെ ഇന്നർ ചൈൽഡിൽ എന്തൊക്കെയോ മിസ്സിങ് ആയതുകൊണ്ടാണ്. നമ്മൾ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നീളം ഇതേ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതേ പാറ്റേൺ തന്നെയായിരിക്കും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാര്യം നമ്മൾ ഹീലായില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ മക്കളോടും പെരുമാറുക, പിന്നെ അവരുടെ ലൈഫും അതുപോലെയാവും. അപ്പം നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നടത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആഞ്ചല ഗോമസ്, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ തരാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമുക്കൊരു അമേസിങ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം, നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്